भारत माता के प्रतिषेध 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 मोर्चाയുടെ പ്രതിഷേധം മോർച്ചയുടെ പ്രതിഷേധം മോർച്ചയുടെ പ്രതിഷേധം മോർച്ചയുടെ പ്രതിഷേധം നാട്ടുകാരെ നിങ്ങൾ അറിഞ്ഞോ നാട്ടുകാരെ നിങ്ങൾ അറിഞ്ഞോ നാട്ടുകാരെ നിങ്ങൾ അറിഞ്ഞോ നാട്ടുകാരെ നിങ്ങൾ അറിഞ്ഞോ മധ്യനഗരത്തിൽ സമരം ചെയ്ത മധ്യനഗരത്തിൽ സമരം ചെയ്ത ഞങ്ങളുടെ പ്രിയരാം സഹോദരരെ ഞങ്ങളുടെ പ്രിയരാം സഹോദരരെ സതീശന്റെ പോലീസ് സതീശന്റെ പോലീസ് തള്ളിച്ചറിഞ്ഞില്ലേ തള്ളിച്ചറിഞ്ഞില്ലേ പ്രതിഷേധിക്കൂ 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 പ്രതികരിക്കുക നാട്ടാരെ പ്രതികരിക്കുക നാട്ടാരെ പ്രതികരിക്കുക നാട്ടാരെ പ്രതിഷേധം 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 യുവമോർച്ചയുടെ പ്രതിഷേധം യുവമോർച്ചയുടെ പ്രതിഷേധം ആളിക്കത്തി പറയട്ടെ ആളിക്കത്തി പറയട്ടെ ഇല്ല ഇല്ല നടപ്പില്ല ഇല്ല ഇല്ല നടപ്പില്ല ഇല്ല ഇല്ല നടപ്പില്ല ഇല്ല നടപ്പില്ല മദ്യനയം നടപ്പില്ല മദ്യനയം നടപ്പില്ല മദ്യനയം നടപ്പില്ല മദ്യനയത്തിൽ പേര് പറഞ്ഞ് മദ്യനയത്തിൽ പേര് പറഞ്ഞ് കേരളത്തിലാകെ മദ്യമൊഴുക്ക് കേരളമാകെ മദ്യമൊഴുക്ക് സതീശന്റെ സർക്കാര് സതീശന്റെ സർക്കാര് നമുക്ക് നേരെ പോരിന് വന്നു കാട്ടിക്കുള്ളിൽ പോലീസ് കാട്ടിക്കുള്ളിൽ പോലീസ് കാട്ടിക്കുള്ളിലെ പോലീസ് കാട്ടിക്കുള്ളിലെ പോലീസ്. നല്ലവരായ നാട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം. ഭാരതീയ ജനതാ യുവമോർച്ച ഇത്തരത്തിലൊരു പ്രതിഷേധ പരിപാടിയുമായി ഈ പേമാരിയിലും ഇത്തരത്തിലൊരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ച് നമ്മൾ ഇവിടെ വരാനുള്ള കാരണം നമുക്ക് ഏവർക്കും അറിയാം. വി ഡി സതീശൻ സർക്കാർ അധികാരത്തിൽ വന്നിട്ട് ഒരു 1.5 മാസം ആവുന്നതേ ഉള്ളൂ. ഈ 1.5 മാസത്തിനെ കാലയളവിൽ വി ഡി സതീശൻ സർക്കാർ ധൃതി പിടിച്ച് ഒപ്പുവെച്ച പ്രമേയം ഏതാണെന്ന് ചോദിച്ചാൽ അത് കേരളത്തിലേക്ക് സുലഭമായി മദ്യം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു നയത്തെയാണ് ഇവിടെ വി ഡി സതീശനും അദ്ദേഹത്തിൻ്റെ സർക്കാരും കൂടി അനുമതി നൽകിയിരിക്കുന്നത്. നമുക്കറിയാം, ദൈവത്തിൻ്റെ സ്വന്തം നാടാണ് കേരളം. ഇടതനും വലതനും കൂടി ഈ കേരളത്തെ മദ്യനിർമ്മാർജ്ജനം എന്ന പറഞ്ഞ പേരിൽ കേരളത്തിലുടനീളം അങ്ങോട്ടും ഇങ്ങോട്ടും മദ്യം ഒഴുക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. ഇതിനെതിരെ ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള ഒരു നിലപാടും കേരള സർക്കാർ എടുക്കുവാൻ പാടില്ല എന്ന് കേരളത്തെ ഒരു മദ്യവിമുക്ത സംസ്ഥാനമാക്കണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഭാരതീയ ജനതാ യുവമോർച്ച ഇന്ന് സെക്രട്ടേറിയറ്റിലേക്ക് ഒരു മാർച്ച് നടത്തിയിട്ടുള്ളത്. നമുക്കറിയാം, വളരെ സമാധാനപരമായി നടന്ന ആ മാർച്ചിൽ സതീശന്റെ പോലീസ് യാതൊരു പ്രകോപനവുമില്ലാതെ യുവമോർച്ച പ്രവർത്തകരെ നിഷ്ഠൂരം ആക്രമിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുവാനുള്ളത്. സതീശ, നിന്റെ ഇന്ദിരാഗാന്ധിയെ ഭയന്നിട്ടില്ല ഞങ്ങൾ, പിന്നെയാണോ ഞങ്ങൾ നിന്നെ ഭയക്കേണ്ടതെന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ ചോദിക്കുവാനുള്ളത്. നിന്റെ പ്രതാപകാലത്തിൽ, നിന്റെയും നിന്റെ പാർട്ടിയുടെയും പ്രതാപകാലത്തിൽ നിരോധനത്തെ മറികടന്നവരെ കേവലം ഒരു ബാരിക്കേഡ് ഉപയോഗിച്ച് കേരളം നിന്റെ പോലീസിനെ ഉപയോഗിച്ച് അങ്ങ് അടിച്ചമർത്തി കളയാം എന്നൊരു ഭാവം ഈ സതീശനുണ്ടെങ്കിൽ അത് 3 4 5 8 മടക്കി നിന്റെ പോക്കറ്റിൽ വെച്ചുകൊള്ളൂ. കേരളത്തിൽ ഇത്തരത്തിലുള്ള മദ്യ പ്രമേയവുമായി ഇനിയും നിങ്ങൾ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ശക്തമായിട്ടുള്ള പ്രതിഷേധ പരിപാടിയുമായി ഭാരതീയ ജനതാ യുവമോർച്ച തെരുവിലുണ്ടാകും. നമുക്ക് തെരുവിൽ കാണാം, തെരുവിൽ ഞങ്ങൾ നിങ്ങളെ നേരിടും. അത് എത്ര വലിയ പോലീസിനെയോ പട്ടാളത്തെയോ ഉപയോഗിച്ചാലും
നിങ്ങളുടെ ഈ നയത്തിനെതിരെ ജീവൻ കൊടുത്തും ഇവിടെ പ്രതിഷേധം സംഘടിപ്പിക്കുവാൻ ഭാരതീയ ജനതാ യുവമോർച്ച ഉണ്ടാകും. ഈ പരിപാടി നമ്മളോട് ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിയിട്ടുള്ള ഭാരതീയ ജനതാ യുവമോർച്ചയുടെ ജില്ലാ അധ്യക്ഷൻ ശ്രീ ഹേമന്ത് മാവലക്കണ്ടി, യുവമോർച്ചയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീ അക്ഷയ് കൃഷ്ണ, പാർട്ടിയുടെ കണ്ണൂർ മണ്ഡലം പ്രസിഡന്റ് ശ്രീ പിനിൽ കണ്ണൂർ, അതുപോലെ തന്നെ ഇവിടെ എത്തിയിട്ടുള്ള മുഴുവൻ യുവമോർച്ചയുടെയും പാർട്ടിയുടെയും നല്ലവരായ സഹപ്രവർത്തകർക്ക് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഹേമന്ത് മാവലക്കണ്ടിയെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിൽ നിങ്ങൾക്കറിയാം, ഭരണത്തിൽ വരുമ്പോൾ UDF സർക്കാർ പല ഗ്യാരണ്ടികളും ഇവിടെ ജനങ്ങൾക്ക് മുമ്പിൽ വെച്ചിരുന്നു. ആ ഗ്യാരണ്ടികളിലൊന്ന് യുവാക്കൾക്ക് സംരംഭം തുടങ്ങുവാൻ വേണ്ടി വിവിധ തരത്തിലുള്ള പ്ലാനുകൾ നടപ്പിലാക്കുമെന്നായിരുന്നു. പക്ഷേ നാം ആദ്യത്തെ ബഡ്ജറ്റ് പ്രഖ്യാപിച്ച സമയത്ത് കാണാൻ സാധിച്ചത് യുവാക്കൾക്ക് പോയിട്ട് ഇവിടെയുള്ള അമ്മമാർക്കും മറ്റുള്ളവർക്കും പറഞ്ഞ പെൻഷൻ തുക പോലും നൽകാതെ ഇവിടുത്തെ സർക്കാർ എന്തോ ഒരു തിടുക്കം കാണിച്ചിട്ടാണ് ഇവിടെ മദ്യനയം നടപ്പിലാക്കിയത്. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ പേരിൽ ഇവർ ബെക്കാടി എന്ന് പറയുന്ന കമ്പനിയിൽ നിന്ന് ലക്ഷങ്ങളും കോടികളുമാണ് കൈപ്പറ്റിയത് എന്ന് അറിയാനാണ് നമുക്ക് സാധിച്ചത്. ഇലക്ഷന്റെ സമയത്ത് വാരിക്കോരി പണം നൽകിയ ബെക്കാടിയെ സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഇവിടെയുള്ള UDF സർക്കാർ ഇങ്ങനെ ഒരു വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് പോലും നൽകി നടപ്പിലാക്കിയത്. നാം അന്വേഷിക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിച്ചു, UDFിലെ അംഗങ്ങളായ മുസ്ലിം ലീഗോ കേരള കോൺഗ്രസോ എന്തിനേറെ പറയുന്നു, എക്സൈസ് മന്ത്രി പോലും ഈ പ്രവർത്തനം അറിഞ്ഞില്ല എന്നാണ് പറയുന്നത്. പണ്ടത്തെ KPCC അധ്യക്ഷനും മുൻ KPCC അധ്യക്ഷനും മന്ത്രിയും ഒക്കെയായ PM സുധീരൻ പറയുന്നത് കേട്ടു, ഇത് കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന്. അപ്പോൾ KPCCയിൽ പോലും തമ്മിൽ തല്ലി. എന്തുകൊണ്ടാണ് ഇവിടുത്തെ VD സതീശൻ ഇത്രയും തിടുക്കം പിടിച്ച് നമ്മുടെ നാട്ടുകാരെ മദ്യം കുടിച്ച് മദ്യലഹരിയിലാക്കി മയക്കുന്നത്? നാം എല്ലാവരും കാണുകയുണ്ടായി. ഇവിടെ ഒരു ചാലഞ്ച് നടത്തുകയുണ്ടായി. എന്താണ്? ഫുട്ബോൾ ചാലഞ്ചിന്റെ ഭാഗമായി തൂഫാൻ എന്നൊരു മത്സരം നടത്തുകയുണ്ടായി. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള സ്കൂളുകളിലും ജനപ്രതിനിധികളും തൂഫാനിൽ പങ്കാളികളായി. എന്താണ് ഈ തൂഫാൻ കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്? ലഹരി ഇല്ലാതാക്കുക എന്നൊരു പഠിത്തത്തോടെയാണ് ഇവിടെ തൂഫാൻ നടപ്പിലാക്കിയത്. അതിന്റെ മറുവശമാണ് ഇവിടുത്തെ മുഖ്യമന്ത്രിയായ VD സതീശൻ നടപ്പിലാക്കുന്നത്. എന്റെ മദ്യത്തിൽ ലഹരിയല്ലേ അടങ്ങിയിട്ടുള്ളത്? മദ്യത്തിൽ മയക്കുമരുന്നല്ലേ അടങ്ങിയിട്ടുള്ളത്? പിന്നെ എന്താണ് മദ്യത്തിൽ അടങ്ങിയിട്ടുള്ളത്? വീര്യം കുറഞ്ഞ മദ്യം എന്ന്